ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2278. ഇന്ന് മാർച്ച് മാസം 27-ാം തീയതി. ഈ ആണ്ടിലെ 86-ാമത്തെ ദിവസത്തിലെത്തി. വലിയ നോമ്പ് ഇന്ന് 40-ാം ദിനം. സുറിയാനി സഭ ഈ ദിനത്തെ 40-ാം വെള്ളിയാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മരുഭൂമിയിൽ നമ്മുടെ കർത്താവ് കടന്നുപോയ നോമ്പും ഉപവാസവും അത് 40 പകലും 40 രാവും നീണ്ടെന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്. അതിൻ്റെ കൂടി ഒരു പൂർണ്ണതയിലേക്ക് എങ്ങനെയോ നമ്മൾ ഓരോരുത്തരും ഈ ആണ്ടുകൂടി എത്തിച്ചേർന്നു. തിരിഞ്ഞു നോക്കാനായിട്ട് പറയുന്നില്ല. തിരിഞ്ഞു നോക്കാൻ എനിക്കും വലിയ ധൈര്യമില്ല. ഒന്നും ആഗ്രഹിച്ചതുപോലെയോ ഒരുക്കിയതുപോലെയോ ഒന്നും ആകുന്നില്ലല്ലോ. വല്ലാത്ത ഭാരം തോന്നുന്നുണ്ട്, ഭയവും. എന്നിട്ടും വിശുദ്ധ ഗ്രന്ഥം തുറക്കുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. കൊള്ളാം, നല്ലൊരു യാത്രാരംഭമാണ്. ആത്മാവ് നയിക്കുകയാണ്. പക്ഷേ അതൊരു മരുഭൂമി അനുഭവത്തിലേക്കാണ്. മരുഭൂമിയുടെ പ്രത്യേകത എന്താണ്? മരുഭൂമി മനുഷ്യന്റെ മനസ്സുമായി ഇന്ന് വളരെയധികം ഇഴുകിച്ചേർന്നിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മലയാളത്തിന്റെ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആദരണീയനായ ആനന്ദ് എഴുതിയ ഒരു നോവലിന്റെ ടൈറ്റിൽ പോലും മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്നായിരുന്നു. സാഹിത്യ അക്കാദമിയുടെയും വയലാർ അവാർഡൊക്കെ കിട്ടിയ ബുക്കാണത്. മനുഷ്യന്റെ മനസ്സുകൂടി ഇന്ന് മരുഭൂമിയാവുന്ന ഒരു കാലത്ത് മരുഭൂമിയുടെ വന്യതയെ നമ്മൾ ഇനി ഭാവനയിലൊന്നും കാണണ്ട, അനുമാനങ്ങളിൽ എത്തുകയും വേണ്ട. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. എന്തിനായിരുന്നു? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി. യേശുവിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പരീക്ഷണം നടന്നിട്ടുണ്ട് കേട്ടോ. മറ്റാരും സാക്ഷികളില്ലാത്ത ഒരു സ്ഥലവും സന്ദർഭവും അവസരവുമായിരുന്നു എന്നുകൂടി ഒരു ചെറിയ കൗതുകത്തിന് ഓർത്താൽ, പിന്നീട് ഇതൊക്കെ എഴുതി വെക്കാനായിട്ട് ശിഷ്യന്മാർക്ക് ഇത് എവിടുന്ന് കിട്ടി? യേശു തന്നെ എപ്പോഴെങ്കിലും ഒക്കെ സൂചിപ്പിച്ചതായിരിക്കണം മരുഭൂമിയിലെ തന്റെ ഉപവാസത്തെക്കുറിച്ച്, തന്റെ വേറിട്ട ജീവിതത്തെക്കുറിച്ച്. 40 രാവും പകലും, അതിനുശേഷം പരീക്ഷകൻ അടുത്തു വന്നതിനെക്കുറിച്ച്, നടന്ന കാര്യങ്ങൾ സകലതിനെക്കുറിച്ച്. ഒരാശ്വാസമൊക്കെ തോന്നേണ്ടതാണ്. ചെറുതായിട്ട് തോന്നുന്നുണ്ട്. യേശു പോലും കഠിനമായ വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ യാത്രയുടെ ആരംഭത്തിൽ അങ്ങോട്ട് ആനയിച്ചത് ആത്മാവായിരുന്നു. ദൈവാത്മാവ് ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ അമ്മാനമാടാനായിട്ട് ശത്രുക്കൾക്കൊക്കെ വിട്ടുകൊടുക്കുമോ? അതും അറിയില്ല. ഈ ദിനത്തില് കണ്ണും പൂട്ടി സാധിച്ചാൽ ഒരു ദേവാലയ സാന്നിധ്യത്തിൽ കുറെ സമയം ചെലവിടുന്നത് നല്ലതാണ്. കയ്യില് സുവിശേഷവും ഉണ്ടാവണം. അങ്ങനെ വേണം നമ്മൾക്കിനി പതിയെ കഷ്ടാനുഭവാഴ്ചയിലേക്കൊക്കെ പ്രവേശിപ്പാനായിട്ട്. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.